ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറഞ്ഞുതരാൻ പോകുന്നത്. പ്രിൻസസ് കട്ട് ബാക്ക് ഓപ്പൺ ബ്ലൗസാണ്. ഇതിൽ ചെസ്റ്റ് അളവ് 34 ഇഞ്ചാണ്. അപ്പം അരഭാഗം ലാസ്റ്റ് ഹുക്ക് വരുന്ന ഭാഗം 29 ഇഞ്ച്, ചെസ്റ്റ് 34. ഇപ്പം നമ്മൾ ചെസ്റ്റ് 34 അളവാണെങ്കിലും എല്ലാവർക്കും വ്യത്യാസം വരുന്നത് ഈ ആം ഹോളും അരഭാഗമാണ് എല്ലാവർക്കും വ്യത്യാസം വരുന്നത്. ബാക്കിയൊക്കെ ഏകദേശം ഈ ഒരു അളവ് മതിയെങ്കിൽ നമുക്ക് ഈ ഒരു രണ്ടളവും വ്യത്യാസം വരും. അപ്പം അതുകൊണ്ട് ചെസ്റ്റ് അളവ് 34 കേട്ടിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് വെച്ച്, അതായത് ഈ അരഭാഗത്തിൻ്റെ അളവും ആം ഹോൾ അളവും എല്ലാവർക്കും സെയിം ആയിട്ട് വരണമെന്നില്ല. എന്നിരുന്നാലും ഈ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ ഈ രണ്ട് ഭാഗവും മാത്രം മാറ്റി ചെയ്താൽ മതി. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം വരുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം അതിനായിട്ട് ഞാൻ ആദ്യമേ നിങ്ങൾക്ക് പേപ്പറിൽ തന്നെ വരച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു തുണിയാണെന്ന് കരുതുക. ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു തുണിയാണെന്ന് കരുതുക. അപ്പോൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന തുണിയിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ബോക്സ് വരച്ച് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലെങ്ത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം, ലെങ്തിലും വ്യത്യാസം വരും. അപ്പോൾ ലെങ്ത് എനിക്കിവിടെ 14 ഇഞ്ചാണ് ആവശ്യം. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം ആ ലെങ്ത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക. ലെങ്ത് മാർക്ക് ചെയ്തിട്ട് 14 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് ബാക്ക് ഓപ്പൺ പ്രിൻസസ് കട്ടാണ്. ഫ്രണ്ട് ഓപ്പൺ അല്ല, ബാക്ക് ഓപ്പൺ പ്രിൻസസ് കട്ടാണ്. അപ്പം ബാക്ക് പീസാണ് ഞാൻ ആദ്യമേ കട്ട് ചെയ്യുന്നത്. ഇത് ബാക്ക് പീസാണ്. അപ്പം അതിൽ ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് ആദ്യമേ നമുക്ക് ഇങ്ങനൊന്ന് മാർക്ക് ചെയ്ത് മാറ്റി കൊടുക്കണം. 1/2 ഇഞ്ച് മാറ്റുന്നത് ഹുക്കൊക്കെ വയ്ക്കുന്ന ആ പാർട്ടിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് മാറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് 2.25 ഇഞ്ച് ഇവിടെ ഒന്ന് നെക്കിന് 2.25 ഇഞ്ച് മാർക്ക് ചെയ്യണം. 2 ഇഞ്ചായാലും പ്രശ്നമില്ല. ഞാനിവിടെ 2.25 ഇഞ്ച് 2.3 ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 3.5 3.5 ഇഞ്ച് ഇവിടെ ഷോൾഡർ ഭാഗത്തിലത്തേക്കായിട്ട് മാറ്റുന്നുണ്ട്. ബാക്കി വരുന്നത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞുതരാം. ഇപ്പോൾ കട്ടിങ് ചെയ്യേണ്ട പാർട്ടിന് മാത്രമാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അടുത്തത് ഇവിടെ നിന്ന് ആം ഹോൾ ലെങ്ത് ഞാനിവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ആം ഹോൾ ലെങ്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ചെസ്റ്റ് അളവ് ഇപ്പം നമ്മൾ ഈ 1/2 ഇഞ്ച് മാറ്റിയല്ലോ, അവിടെ നിന്ന് അത് പോയിട്ട് 8.5 വന്നത് 8.5 വന്നത് 34നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 8.5 കിട്ടുന്നത്. ഈ 8.5 ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് ഇങ്ങനെ വന്നല്ലോ, ഈ ഭാഗത്തുനിന്ന് 1 ഇഞ്ച് ഇതുപോലൊന്ന് മുകളിലോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഈ ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യണം. ഈ ആം ഹോൾ ലെങ്ത് എത്രയാണോ നിങ്ങൾ മാർക്ക് ചെയ്തത്, 6 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തത്, അതിനെ 2ആയിട്ട് ഭാഗിക്കുമ്പോൾ 3 ഇഞ്ച്. ആ 3 ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് ചെസ്റ്റ് അളവിൻ്റെ ഈ ഭാഗം വരെ, ചെസ്റ്റ് മാർക്ക് ചെയ്തതിൻ്റെ ഈ ഭാഗം വരെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. അപ്പം ആം ഹോൾ കർവ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ നിന്ന് 2.5 ഇഞ്ചാണ് 2.5 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പിടുന്നത്. ബാക്കി കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില കസ്റ്റമർ പറയും കൂടുതൽ തയ്യൽ തുമ്പിട്ടേക്കണമെന്ന് പറയും. അവർക്ക് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. 2.5 ഇഞ്ചിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും. ശേഷം അരഭാഗം എനിക്കിവിടെ 29 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. 29നെ 4ആയിട്ട് ഭാഗം ചെയ്യുമ്പോൾ 7.25. അപ്പോൾ അതിനെ ഞാൻ 7.3 മാർക്ക് ചെയ്ത് കൊടുക്കും. അതും മാർക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്ത ഈ 1/2 ഇഞ്ച് ഉണ്ടല്ലോ, ആ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 7.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് 7.3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ശേഷം ഇവിടെ വീണ്ടും നമ്മളിവിടെ എത്രയാണോ തയ്യൽ തുമ്പെടുത്തത് അത്രയും ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൽ ചെയ്യേണ്ടത് നെക്ക് ലെങ്താണ്, നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. 2.3 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് എനിക്ക് 8 ഇഞ്ചാണ് ആവശ്യം. ബാക്ക് നെക്ക് 8 ഇഞ്ചാണ് ആവശ്യം. ആ 8 ഇഞ്ച് ഇങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ കൊടുത്ത് 2.3 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യുക. ഇവിടെ 8 ഇഞ്ച് ഇവിടെയും സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കൊടുക്കുക. ഒരു ബോക്സ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മാർക്ക് ചെയ്യുക. ഞാനിവിടെ ഷേപ്പ് തന്നെയാണ് എടുക്കുന്നത്. ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് അപ്പോൾ ബാക്ക്
14 ഇഞ്ച് എന്നുള്ളത് ലെങ്ത് ഞാൻ 14 ഇഞ്ചാണ് പറഞ്ഞിരുന്നത്. പ്ലസ് ഒന്നുകൂടെ ഇട്ട് കൊടുക്കണം. കാരണം തയ്യൽ തുമ്പ് ലെങ്തിൽ തയ്യൽ തുമ്പൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ബാക്കി ഞാൻ ബെൽറ്റ് ഭാഗമൊക്കെ തുണിയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. തയ്യൽ തുമ്പ് ഞാൻ ആദ്യം പറയാൻ മറന്നു പോയതാണ്. ലെങ്ത് എടുക്കുമ്പോൾ 14 ഇഞ്ചാണ് ലെങ്ത് ആവശ്യമെങ്കിൽ +1 തയ്യൽ തുമ്പും കൂടെ ഇട്ടിട്ട് വേണം ലെങ്ത് മാർക്ക് ചെയ്യാനായിട്ട്. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അടുത്തന്നെ ഫ്രണ്ട് പാർട്ടിലും ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് ബോക്സായിട്ട് നിങ്ങൾക്ക് വരച്ചു തരാം. ഞാൻ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ഈ ബാക്ക് പാർട്ടിനെ അതേപടി ഫ്രണ്ടിലെടുത്ത് വെച്ചിട്ട് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രണ്ട് പാർട്ട് ഞാൻ ഇതിൽ വരച്ച് തന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് നിങ്ങൾക്ക് തുണിയിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവും. 2.3 ഇഞ്ച് നെക്ക് വിഡ്ത്ത്, ഇവിടെ നിന്ന് 3.5 ഇഞ്ച് ഷോൾഡർ അളവ്, ലെങ്ത് 6 ഇഞ്ച്, ഇവിടെ നിന്ന് 1 ഇഞ്ച്, ലാസ്റ്റ് ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ ആം ഹോൾ എങ്ങനെയാണോ ചെയ്ത് അതേ രീതിക്ക് തന്നെയാണ് ഇതുപോലെ ഒന്ന് വരച്ച് 8.5 ഇഞ്ച് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് ഇവിടെ ഇങ്ങനെ വന്നില്ലേ, ഈ ഒരു ഷേപ്പ് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അവിടെ ഷേപ്പ് നമ്മൾ മാറ്റുന്നില്ല. ഫ്രണ്ടിലുള്ള വ്യത്യാസം ഇവിടെ ഡാട്ട് പോകുമ്പോഴത്തേന് അത് കട്ട് ചെയ്ത് മാറും. അപ്പോൾ അവിടെ തുണിയുടെ ഒരു അളവ് കുറയും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നെയാണ് ചെയ്യുന്നത്. ലെങ്ത് 14 ആണ് ആവശ്യം. അതിനേക്കാൾ 15 ലെങ്ത്, 1 ഇഞ്ച് ബാക്ക് എത്രയാണോ ലെങ്ത് എടുത്ത് അത് തന്നെയാണ് ഇതിൽ ഫ്രണ്ടിലും ഞാൻ ലെങ്ത് എടുത്തിട്ടുള്ളത്. ഇവിടുത്തെ വിഡ്ത്ത് ഞാൻ ഇത്രയും ഫുൾ അങ്ങ് എടുക്കുന്നുണ്ട്. ഈ ഷേപ്പ് ഇങ്ങനെ ഒരു ഷേപ്പ് ഇടാന്നല്ല, ഈ ഷേപ്പ് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇവിടെയും കൊടുക്കുന്നുണ്ട്. എനിക്ക് ഫ്രണ്ട് നെക്ക് 5 ഇഞ്ചാണ് ആവശ്യമായിട്ട് വന്നത്. ഞാൻ ആ 5 ഇഞ്ച് തന്നെ അതിൽ നെക്കിലും ഷോൾഡറിലും വേറൊന്നും തയ്യൽ തുമ്പ ഒന്നും ഇടുന്നില്ല, സ്ട്രെയിറ്റ് അത്രയും തന്നെയാണ് എടുക്കുന്നത്. ആ 5 ഇഞ്ച് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ പ്രിൻസസ് കട്ടിൻ്റെ ഡോട്ടുകൾ ഇടേണ്ടതാണ്. ഷോൾഡറിൽ നിന്ന് 10 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യുക. ഷോൾഡറിൽ നിന്ന് ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഷോൾഡറിൽ നിന്ന് പ്രിൻസസ് കട്ടിൻ്റെ ഡോട്ടുകളാണ്. ഷോൾഡറിൽ നിന്ന് 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. ശേഷം ഇവിടെ നിന്ന് 34 ചെസ്റ്റ് അളവിന് ഇവിടെ നിന്ന് 3.5 ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക. ഈ 10 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിലപ്പോൾ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് ലെങ്ത് ഈ 10 ഇഞ്ച് മാത്രം കിട്ടിയാൽ മതി. എവിടെ ആയാലും അങ്ങോട്ടോ ഇങ്ങോട്ടോ എവിടെ ആയാലും 10 ഇഞ്ച് കിട്ടുക. ആ 10 ഇഞ്ച് ഇവിടെ നിന്ന് 3.5 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെയാണ് 10 ഇഞ്ച് വരേണ്ടത്. ഈ 3.5 ഇഞ്ച് വരുന്ന ഭാഗത്ത് 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. ശേഷം ലെങ്ത് ആ 10 ഇഞ്ച് എവിടെയാണോ കിട്ടിയത് അവിടെ നിന്ന് ലെങ്ത് താഴോട്ട് മാർക്ക് ചെയ്യുക. ഈ ലെങ്ത് താഴോട്ട് മാർക്ക് ചെയ്യുക. ഈ ആം ഹോളിൻ്റെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ടാപ്പ് പിടിച്ചിങ്ങനെ വളച്ച് വരും. 6 ഇഞ്ച് എവിടെയാണോ കിട്ടുന്നത് 6 ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് നമ്മൾ ഈ ലെങ്ത് മാർക്ക് ചെയ്തില്ലേ, ഇവിടെ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിങ്ങനെ ഒന്ന് വളച്ചത് ഇതിലോട്ടൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഇങ്ങനൊന്ന് ഈ ഒരു ഷേപ്പിൽ വളച്ച് ഇതിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും പാർട്ട് കട്ട് ചെയ്ത് പോകും. ബാക്കി ഈ ഭാഗമൊന്നും നിങ്ങൾ കട്ട് ചെയ്യല്. ഇത്രയും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. ഇത്രയും ഭാഗവും ഈ നെക്കും ഈ ആം ഹോളും കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റി കൊടുക്കുക. ഈ ലൈനൊന്നും കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ഈ ഒരു പാർട്ടുണ്ടല്ലോ, ഈ ലൈൻ കട്ട് ചെയ്യല്. ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. ഇവിടെ നിന്ന് ഇത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. ഈ ഭാഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വരുന്ന ഈ ഷേപ്പിന് ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ തുണിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. അതായത് നമുക്ക് തുണി കൂടുതൽ ഇങ്ങനെ കുറച്ച് തുണിയൊന്നും ആയിപ്പോകത്തില്ല. ആവശ്യത്തിന് തുണി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ കട്ട് ചെയ്ത് കളയണ്ടെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ആവശ്യം സ്ലീവാണ്. സ്ലീവ് ലെങ്ത് എനിക്കിവിടെ ആവശ്യം 12 ഇഞ്ചാണ് സ്ലീവ് ലെങ്ത് ആവശ്യം. സ്ലീവ് ലെങ്ത് 12 ഇഞ്ചിന് ഞാനിവിടെ 13 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. 13 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്തിട്ട്, അതായത് താഴത്തെ അരഭാഗം ലൈനിങ് ഇട്ട് തയ്ക്കുന്നതുകൊണ്ട് താഴെ അരഭാഗം മതി, മുകളിൽ അരഭാഗം. ഇവിടെ നിന്ന് 2 ഇഞ്ച് ഞാൻ ആദ്യമേ മാർക്ക് ചെയ്യുന്നുണ്ട്. 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് താഴെ നിന്ന്
ഈ ഇങ്ങേ അറ്റത്ത് നിന്ന് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്യുക. വീണ്ടും ഇവിടെ നിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് മുകളിലോട്ട് ഇവിടെ നിന്ന് മുകളിലോട്ട് 1/2 ഇഞ്ച് ഇങ്ങനെ അടുത്ത് ഈ 2 ഇഞ്ചിൽ നിന്ന് താഴെ നിന്ന് വീണ്ടും ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് വീണ്ടും ഒരു 1/2 ഇഞ്ച് താഴോട്ട്. ഇതാണ് സ്ലീവിൻ്റെ ഷേപ്പ്. ഇങ്ങനെ വരും. ശേഷം നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ ടേപ്പ് ഇട്ട് ഇങ്ങനെ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ആം ഹോൾ വിട്ട് ആം ഹോൾ എനിക്ക് ഇവിടെ 15 വന്നത്. 15ൻ്റെ ഭാഗം 15നെ 2ആയിട്ട് ഭാഗിക്കണം. 7.5 ഇഞ്ച് കിട്ടുന്നോ നോക്കുക. 7.5 ഇഞ്ച് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും 2.5 ഇഞ്ച്, നമ്മളിവിടെ 2.5 ഇഞ്ചല്ലേ സ്ലീവ് അലവൻസ് എടുത്ത്, ആ 2.5 ഇഞ്ച് ഇവിടെ വരിക. ഇവിടുത്തെ 1.5 ഇഞ്ച് ഇവിടെ എടുത്തല്ലോ. അടുത്ത് ഇവിടുത്തെ റൗണ്ട് സ്ലീവ് റൗണ്ട് ഏറ്റവും താഴത്തെ സ്ലീവ് റൗണ്ട് 9.5 ഞാൻ ഇപ്പം ഇവിടെ 5 ആയിട്ട് 10 എടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാറ്റി കൊടുത്താൽ മാത്രം മതി. അളവ് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ 5 മാർക്ക് ചെയ്തിട്ട് അവിടെയും 2.5 ഇഞ്ച് സ്ലീവ് അലവൻസ് എടുത്ത് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ഫ്രണ്ട് ഷേപ്പ് ചെയ്യുന്നത് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്താണ് ചെയ്യുന്നത്. അത് ആ സമയം നമ്മൾ തുണിയിൽ കട്ട് ചെയ്തിട്ട് അതും ഈസി ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ആം ഹോള് ഞാനിവിടെ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആം ഹോള് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് കറക്റ്റ് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡ് കൂടെ പറഞ്ഞുതരാം. ആം ഹോൾ ലെങ്ത് അത് പറഞ്ഞുതരാൻ തന്നെ കാരണം പലർക്കും പല അളവാണ്. ആം ഹോൾ ലെങ്ത് ഇവിടെ വരുന്നത് പലർക്കും പല അളവാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് നിങ്ങൾക്ക് ഇവിടെ ഒരു മിസ്റ്റേക്ക്, തുണിയിൽ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആം ഹോൾ ലെങ്ത് നിങ്ങൾ 6 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ 6 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിൽ ഇവിടെ 8.5 ഇഞ്ച് ചെസ്റ്റ് അളവ് 34ന് 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് മുകളിലോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തു. ആം ഹോൾ ലെങ്തിൻ്റെ പകുതി 3 ഇഞ്ച് മാർക്ക് ചെയ്തു. 3 ഇഞ്ചിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ടൊന്ന് കർവായിട്ട് മാർക്ക് ചെയ്തു. 8.5 ഇഞ്ച് എവിടെയാണോ മാർക്ക് ചെയ്ത് അതൊന്ന് ഡാർക്കായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ശേഷം നമ്മളിവിടെ ഷോൾഡർ ഉണ്ടല്ലോ, ഈ ഷോൾഡറിൻ്റെ ഈ 1/2 ഇഞ്ച് മാറ്റി കൊടുക്കുക. ലാസ്റ്റ് ഇവിടുത്തെ ഒരു സ്റ്റിച്ച് വരുമല്ലോ, അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ മാറ്റി കൊടുക്കുക. ഈ 1/2 ഇഞ്ച് മുകളിൽ നിന്ന് 1/2 ഇഞ്ച് മാറ്റിയതും ഈ ആം ഹോളിൻ്റെ ഇവിടുത്തെ സ്റ്റിച്ചിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് മാറ്റിയ ഭാഗത്തുനിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ടേപ്പ് ഇങ്ങനെ വളച്ചത് ഇവിടെ കൊണ്ടെത്തിക്കുക. അപ്പോൾ നമുക്ക് 15 ഇഞ്ച് കിട്ടിയതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7.5 ഇഞ്ച് ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇൻ കേസ് അഥവാ കിട്ടിയില്ല എങ്കിൽ വീണ്ടും ഈ 6 ഇഞ്ചിൻ്റെ വീണ്ടും 6 ഇഞ്ചിന് 6.5 ഇഞ്ചായിട്ട് ഒന്ന് താഴോട്ട് മാർക്ക് ചെയ്യുക. ബാക്കി എല്ലാ ലൈനും ഇതുപോലെ തന്നെ, അതായത് ഇവിടെ നിന്ന് മുകളിലോട്ട് 1 ഇഞ്ച്, ഈ ചെസ്റ്റ് അളവ് ഇപ്പം 6.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ പകുതി ഇവിടെ നിന്ന് എടുക്കുക. അവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതേ രീതിക്ക് ഒന്ന് ടേപ്പിട്ട് മാർക്ക് ചെയ്ത് അളന്ന് നോക്കുക. അളന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് 7.5 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ തന്നെ കിട്ടാതിരിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ആ ഒരു അളവ് വെച്ചിട്ട് വേണം ആം ഹോൾ കട്ട് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് 7.5 ഇഞ്ച് ആദ്യം മാർക്കിൽ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ മതി. അഥവാ കിട്ടിയിട്ടില്ല, അതിൽ നിന്ന് കുറവാണെങ്കിൽ, കൂടുതലാണെങ്കിൽ 7.5 ഇഞ്ച് ഈ ചെസ്റ്റ് അളവ് 7.5 ഇഞ്ച് കൂടുതലാണെങ്കിൽ നിങ്ങൾ 1/2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ താഴോട്ട് മാർക്ക് ചെയ്ത് പറഞ്ഞിരുന്നു. അപ്പോൾ 6നെ 5.5 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്കിയെല്ലാം മാർക്കിങ് ഇതുപോലെ തന്നെ കൊടുക്കുക. അപ്പം ആം ഹോൾ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഈസി മെത്തേഡ് ഇതാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് മനസ്സിലാവാത്തവർ ഒന്നുകൂടെ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഇനി നമുക്കിത് തുണിയിലോട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുന്നതിന് മുന്നേ ബിഗിനേഴ്സ് ആണെങ്കിൽ അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരിക്കും. അപ്പോൾ ഞാൻ അളവെടുക്കുന്നതും കൂടെ പറഞ്ഞുതരാം. അളവെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഞാൻ ഈ ബ്ലൗസിൽ നിന്ന് തന്നെയാണ് ഈ അളവ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ അളവ് എടുത്തിട്ടുള്ളത് ഈ ബ്ലൗസിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നെക്ക് വിട്ടെടുക്കുന്നത് നമ്മളെപ്പോഴും ഇതുപോലെ ഒന്ന് തുണി വെച്ചതിന് ശേഷം ഇങ്ങനെ വിരിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നന്നായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്ത് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ വിരിച്ച് ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഉക്ക് ഇട്ടതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്ത് വയ്ക്കുക. നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്ന ആ ഒരു, അപ്പോൾ ഈ പഫ് ഇതൊക്കെ ഇങ്ങനെ തന്നെ കറക്റ്റായി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേന് കഴുത്തൊന്ന് നെളിഞ്ഞു കൊടുക്കും ഇടുമ്പോഴത്തേന്. ഇത് വരാതിരിക്കാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്ത് വയ്ക്കുക. എടുത്ത് വെച്ചതിന് ശേഷം ഈ ഷോൾഡറിൽ നിന്ന് ഈ ഷോൾഡറിലോട്ട് എത്രയാണോ കിട്ടുന്നത് അത് നോക്കുക. എനിക്കിപ്പോൾ 5.5 കിട്ടുന്നുണ്ട്. 5.5യുടെ പകുതി
2.25 2.25 ഞാൻ 2.25 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് അതിനായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഷോൾഡറിൽ നിന്ന് ഞാൻ ഇവിടെ 2 ഇഞ്ച് ഞാൻ 3.5 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. ഞാൻ എന്നിട്ട് 3.5 ഇഞ്ച് ഇട്ടപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കി കട്ട് ചെയ്ത് പോകാനുള്ളതാണ്. നമ്മൾ ഈ ചില പിന്നി പോകുന്ന തുണിയൊക്കെ ആണെങ്കിൽ അങ്ങ് ഇളകിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ 3.5 തന്നെ ഇട്ട് കട്ട് ചെയ്ത് പറഞ്ഞു തന്നത്. ഇവിടെ ഇതിൽ 3.5 ഇട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കിയെല്ലാം കട്ട് ചെയ്ത് പോകും. ഇവിടെ നമ്മൾ തയ്യൽ തുമ്പെല്ലാം പോയിട്ട് ഇവിടെ ലാസ്റ്റ് 2.5 വന്നാൽ മതി. തയ്ച്ച് തീരുമ്പോൾ ഇവിടെ 2 കിട്ടണം. ആ ഒരു അളവിന് ഞാൻ 3.5 എക്സ്ട്രാ ആയിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നത്. അടുത്ത ലെങ്ത് നോക്കുന്നതിന് ലെങ്ത് എനിക്ക് ഈ ബ്ലൗസിൽ ഇങ്ങനെ ഒന്ന് ടേപ്പ് വലിച്ചു പിടിക്കേണ്ട. ഈ തുണി ഇതുപോലെ ഒന്ന് വലിച്ചു പിടിക്കുക. ഈ ഷോൾഡറിൽ ഈ ടേപ്പ് ഇതുപോലെ ഈ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിലൊന്നിങ്ങനെ വെച്ചതിന് ശേഷം ഈ തുണി ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു പിടിക്കുക. 13.5 ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത്. 1/2 ഇഞ്ച് എക്സ്ട്രാ അവർ കൂടുതൽ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 1/2 ഇഞ്ച് എക്സ്ട്രാ ലെങ്ത് കൂടുതൽ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ 14 ഇഞ്ച് പറഞ്ഞത്. നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിൽ പ്ലസ് 1 കൂടെ ഇട്ടാൽ മതി. ലെങ്ത് തയ്യൽ തുമ്പ് ഷോൾഡറിൻ്റെ ഇവിടുത്തെ തയ്യലിനും ഇവിടുത്തെ സ്റ്റിച്ചിനുമായിട്ടുള്ള 1 ഇഞ്ച് കൂടുതൽ ഇട്ടാൽ മതി. എനിക്കിപ്പം 14 ഇഞ്ച് ഇട്ടാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി ഫ്രണ്ട് നെക്കും അതും നമ്മൾ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ഹുക്കെല്ലാം ഇട്ടതിന് ശേഷം ഇതുപോലെ ഫ്രണ്ട് ഓപ്പൺ ആണെങ്കിലും നിങ്ങൾ ഫ്രണ്ട് ഹുക്ക് ഇട്ട് തന്നെയാണ് എടുക്കേണ്ടത്. ബാക്ക് ഓപ്പൺ ആണെങ്കിലും ഇതേപടി തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഈ ഷോൾഡറിൻ്റെ ഈ സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ സ്റ്റിച്ചിൻ്റെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ടേപ്പ് താഴോട്ടിങ്ങനെ ആ നെക്കിൻ്റെ ലെങ്ത് ഇങ്ങനെ പിടിക്കുക. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ലെങ്ത് ഇങ്ങനെ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ പാടായിരിക്കും. തുടക്കക്കാരാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വന്നതിന് ശേഷം സ്കെയിൽ ഒന്നിങ്ങനെ എടുത്ത് വയ്ക്കുക. ഒന്നാമത്തെ മെത്തേഡ് ഇങ്ങനെ സ്കെയിൽ ഇങ്ങനെ എടുത്ത് വയ്ക്കുക. എടുത്ത് വെച്ചിട്ട് ഈ റൗണ്ട് ഷേപ്പ് വരുന്ന ആ ഭാഗം വരെയാണ് ലെങ്ത് വരുന്നത്. ഇതിലിപ്പം 5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അതല്ല എങ്കിൽ കുറച്ചുകൂടെ തയ്യൽ അറിയാമെന്നുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ റൗണ്ട് ഷേപ്പ് എവിടെയാണ് പറഞ്ഞത് ഇങ്ങനെ ടേപ്പ് ഒന്നിങ്ങനെ പിടിച്ചാൽ മതി. അപ്പോഴും 5 തന്നെയാണ് കിട്ടുന്നത്. കണ്ടല്ലോ 5 ഇഞ്ചാണ് കിട്ടുന്നത്. തിരിച്ച് ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്ക് ലെങ്ത് ആയിട്ടുണ്ട്. ഇനി ബാക്ക് നെക്ക് അതും ഞാൻ ഹുക്കെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഷേപ്പ് കറക്റ്റാണ് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അതും ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഹുക്കെല്ലാം ഇട്ട് വെച്ചതിന് ശേഷം തന്നെയാണ് ലെങ്ത് എടുക്കേണ്ടത്. അതും ഇതേപടി തന്നെയാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചതിന് ശേഷം ബിഗിനേഴ്സ് ആണെങ്കിൽ ഇതുപോലെ ഒന്ന് സ്കെയിൽ വയ്ക്കുക. സ്കെയിൽ വയ്ക്കുമ്പോൾ ആ ഷേപ്പ് കണ്ടല്ലോ ഇവിടുത്തെ എൻഡും ഈ എൻഡും വരുന്ന ഭാഗം 8 ഇഞ്ചാണ് വരുന്നത്. ഇങ്ങനെ വെച്ച് നോക്കിയാലും കറക്റ്റ് 8 ഇഞ്ച് തന്നെയാണ് കിട്ടുന്നത്. അപ്പം അതും ബാക്ക് ലെങ്തും ആയിട്ടുണ്ട്. ഇനി ആം ഹോള് ഞാനിവിടെ 15 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 14 ഇഞ്ചേ കിട്ടുന്നുള്ളൂ. ജസ്റ്റ് കസ്റ്റമർ 1/2 ഇഞ്ച് കൂടുതൽ ഇടാൻ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഈ തയ്യൽ ആം ഹോളിൻ്റെ ഈ സ്റ്റിച്ചിലോട്ട് ഇങ്ങനെ കൊണ്ടുവരിക. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചൂടെ പിടിക്കുമ്പോൾ കറക്റ്റ് 14 ഇഞ്ചാണ് കിട്ടുന്നത്. കസ്റ്റമർ എനിക്ക് 1 ഇഞ്ച് കൂടുതൽ ഇടാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടിട്ടുള്ളത്. അപ്പം 15 ഇഞ്ച് എടുത്തിട്ടുള്ളത്. അളവെടുക്കുന്ന രീതി മനസ്സിലാക്കണം. ഈ സ്റ്റിച്ചിൻ്റെ ഷോൾഡറിൻ്റെ ഈ സ്റ്റിച്ചിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ടാപ്പ് ഇങ്ങനെ ഒന്ന് ഉണ്ടല്ലോ വളച്ചിങ്ങനെ കൊടുത്താൽ മതി. ഇപ്പം 14 ഇഞ്ച് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതെടുക്കുക. ഇനി സ്ലീവ് ലെങ്ത് അതും ഈ സ്റ്റിച്ചിൻ്റെ ഇവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ ഒന്ന് വലിച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. 12 ഇഞ്ച് ചുളിവുള്ള തുണിയാണെങ്കിൽ വലിച്ച് തന്നെ കൊടുക്കുന്നത്. ചുളിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. 12 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് കൂടെ ഇട്ടിട്ടുണ്ട്. തയ്യൽ തുമ്പ് അതാണ് ഞാൻ 13 ഇഞ്ച് നേരത്തെ പറഞ്ഞു തന്നത്. തയ്യൽ തുമ്പ് കൂടെ ഇട്ടിട്ടുള്ളതാണ്. 12 ഇഞ്ചാണ് ലെങ്ത് വരുന്നത്. ഇനി താഴത്തെ റൗണ്ട് സ്ലീവിൻ്റെ എൻഡ് ഭാഗത്തുള്ള റൗണ്ട് അതും ഇങ്ങനെ ഇതുപോലെ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ജസ്റ്റ് എല്ലാ തയ്യലും ഇതെല്ലാം നിവർന്നിങ്ങനെ വരും. ഇങ്ങനെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4.5 ഇഞ്ച് അതും അവർ വണ്ണം കൂടുതലിടാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ 9.5 ഇഞ്ച് ഇട്ട് വെട്ടിയിട്ടുള്ളത്. ഇതിൽ ഒരു സൈഡ് 4.5 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 9 ഇഞ്ച് 1/2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അതാണ് 9.5 ഇഞ്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നേരത്തെ അളവെടുത്തപ്പോൾ പറഞ്ഞു തന്നത്.
ഇവിടുത്തെ റൗണ്ടും അതും ഇതുപോലെ ഈ സ്റ്റിച്ചെല്ലാം ഇങ്ങനെ നിവർത്തി ഇങ്ങനെ പിടിച്ചതിന് ശേഷം മുകളിലത്തെ മസിൽ വരുന്നതിൻ്റെ അവിടുത്തെ റൗണ്ടാണ്. എനിക്കിവിടെ 11 ഇഞ്ച്, ഒരു ഭാഗം ഒരു സൈഡ് 5.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. റൗണ്ട് ചെയ്ത് വരുമ്പോൾ അത് ഒരു റൗണ്ട് ചെയ്ത് വരുമ്പോൾ 11 ഇഞ്ച് കിട്ടുന്നുണ്ട്. പ്ലസ് ഞാൻ 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വണ്ണം കൂടുതലിടാൻ പറഞ്ഞതുകൊണ്ടാണ് തയ്യൽ തുമ്പ് എക്സ്ട്രാ വീണ്ടും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് എടുക്കേണ്ട അളവാണ്. ലാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ് ഈ അരഭാഗത്തെ വണ്ണം എപ്പോഴെടുത്താലും ഈ ഐ ഉക്ക് വരൂലേ, ഉക്കിൻ്റെ ഭാഗത്തുള്ള അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഈ ഐ ഉക്ക് ഇത് അകത്താണ് പോകുന്നത്. ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. ഈ ഐ ഉക്ക് ഇവിടെയാണ് വരുന്നത്. ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. ഇവിടം വരെ എടുക്കാം. ഇവിടെ നിന്ന് എടുത്താലും ഈ ഭാഗം ക്യാൻസൽ ചെയ്തിട്ട് വേണം, ഇത് മാറ്റിയിട്ട് വേണം അളവെടുക്കാനായിട്ട്. അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് തുണി ഒന്ന് വലിച്ചു പിടിക്കണം. ടേപ്പ് വലിച്ചു പിടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ റൗണ്ട് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് എടുക്കണം. 29 ഇഞ്ച്, ഞാൻ 29 ഇഞ്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതേ രീതിക്ക് തന്നെ അളവെടുത്താൽ മതി. എത്രയാണോ നിങ്ങൾ കിട്ടുന്നത് ആ അളവിൽ നിങ്ങൾ എടുത്താൽ മാത്രം മതി. ഞാൻ അളവെടുത്ത സമയത്ത് പറയാൻ വിട്ടുപോയതാണ്, ചെസ്റ്റ് അളവ് എടുത്തിട്ടില്ലായിരുന്നു. ചെസ്റ്റ് അളവ് ഇവിടെ നാം ഹോളിൻ്റെ ഈ ഭാഗത്ത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെയാണ്. എല്ലാ തുണിയും ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ടതിന് ശേഷം ആം ഹോളിൻ്റെ ഒരു ആം ഹോളിൽ നിന്നും മറ്റേ സൈഡ് ആം ഹോൾ വരെയാണ് എനിക്കിവിടെ 17 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. 17നെ 2 എടുക്കുക. 2 സൈഡ് വരുമ്പോൾ 34. 17 ഇൻറ്റു 2 34 കിട്ടുന്നുണ്ട്. 17 പ്ലസ് 17 എന്നെടുത്താലും 34 കിട്ടുന്നുണ്ട്. ഇപ്പോൾ അളവെടുപ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലോത്ത് എങ്ങനെയാണ് ഈ അളവിൽ ഈ രീതിക്ക് എങ്ങനെയാണ് ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇനി ഇതിൽ നമ്മൾ എക്സ്ട്രാ എടുക്കുന്നത് താഴ്ഭാഗത്തെ ബെൽറ്റ്, അയ്യൂക്ക് വയ്ക്കേണ്ട ബെൽറ്റ്, ഇതൊക്കെയാണ് ഇനി ഇതിൽ എക്സ്ട്രാ തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതിൽ ഞാൻ പറഞ്ഞു തരാത്ത ഭാഗത്തുനിന്ന് ചെയ്തെടുക്കേണ്ടത്. ഇത് ഞാനിവിടെ 1 മീറ്റർ നല്ല തുണിയും 1 മീറ്റർ ലൈനിങ് ക്ലോത്തുമാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് നല്ല ക്ലോത്ത്. 1 മീറ്റർ എടുത്തിട്ടുണ്ട്. 3/4 സ്ലീവിന് തന്നെയാണ്. ഇത് 1 മീറ്റർ ലൈനിങ്, കോട്ടൻ്റെ ലൈനിങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതിനി നമുക്ക് കട്ട് ചെയ്യാനായിട്ട് മടക്കിയിടാം. ആദ്യം ഞാൻ നല്ല തുണി, ഞാൻ 2 ക്ലോത്തും ഒരുപോലെ ഇട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇത് തന്നെ ചെയ്താൽ മതി. കട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, തുണി തെന്നി മാറാതെ ശ്രദ്ധിച്ചാൽ മതി. അതല്ല നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം ലൈനിങ്ങിൽ ഇതേ രീതിക്ക് തന്നെ ലൈനിങ്ങിലൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. ലൈനിങ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നല്ല ക്ലോത്തിൽ കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയാവും. ഞാൻ കുറച്ചുകൂടെ എളുപ്പത്തിനും സമയലാഭത്തിനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് മടക്കി, ആദ്യം തുണി നല്ല തുണി ഇതുപോലെ ഒന്ന് മടക്കി വയ്ക്കുക. ഇതുപോലെ ഇങ്ങനെ ഒന്ന് തുണി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് സ്ലീവിന് അങ്ങോട്ട് തുണി ഉണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അളന്ന് നോക്കണം. നിങ്ങൾക്ക് സ്ലീവ് ലെങ്ത് എത്രയാണോ കിട്ടുന്നത്, ഇതാണ് സ്ലീവിന് എടുക്കുന്നത്. ഇത് ബാക്ക് പാർട്ടിന് ഇങ്ങോട്ട് വരുന്നത് ഫ്രണ്ട് പാർട്ടിന്, അത് സ്ലീവിനുമാണ് എടുക്കുന്നത്. നിങ്ങൾക്കിപ്പം എളുപ്പത്തിനായിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ 8 ഇഞ്ച് 8.5 ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് അളവ് ആവശ്യമായിട്ടുള്ള, പ്ലസ് 2.5 ഇഞ്ചും കൂടെ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ എനിക്ക് കറക്റ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളത് സ്ലീവിന് 13 ഇഞ്ച്, തയ്യൽ തുമ്പ് ഉൾപ്പെടെ 13 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എനിക്കിപ്പോൾ ടേബിൾ ചെറുതായതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് ലെങ്തിന് കാണിച്ചു തരാൻ പറ്റാത്തത്. ഇതുപോലെ കണ്ടല്ലോ, എനിക്ക് അതിലും കൂടുതൽ കിട്ടുന്നുണ്ട്. ചില തുണിക്ക് ഇത്രയും 1 മീറ്റർ എടുത്താലും ഇത്രയും വിട്ട് കിട്ടത്തില്ല, നീളം വീതി ഇത്രയും കിട്ടത്തില്ല. അതുകൊണ്ട് 1 മീറ്റർ നീളം ഉണ്ടെങ്കിലും വീതി കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ലീവിൻ്റെ ഭാഗം കൂടെ ഒന്ന് നോക്കണം, അളന്ന് നോക്കണം. ഇതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചല്ലോ, വെച്ചതിന് ശേഷം നമുക്ക് ലൈനിങ് അതിൻ്റെ പുറത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ലൈനിങ് ഞാൻ നേരത്തെ ആൾറെഡി ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതുപോലെ നിങ്ങൾക്കൊന്ന് പേപ്പറിൽ കട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ അതും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക, ഒരു പാർട്ട് മാത്രം. ഇത് ബാക്കിലത്തേക്ക്, ഇത് ഫ്രണ്ടിലത്തേക്ക്, അത് സ്ലീവിലത്തേക്ക്. ഈ ഭാഗം വരുന്നത് സ്ലീവിലത്തേക്കാണ് എടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം എല്ലാ ഭാഗവും ഒന്ന് ലെവലാണോ എന്ന് നോക്കുക. എല്ലാ ഭാഗവും ലെവലാക്കി വെച്ചതിന് ശേഷം മാത്രം ഇനി ഇതിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗം ഇനി നമുക്ക് ബെൽറ്റിനാണ്, ബാക്ക് ബെൽറ്റിനാണ് ഈ ഭാഗം എടുക്കുന്നത്. അതാണ് ഞാൻ 2 ഇഞ്ചോളം ഇങ്ങനെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുത്തത്.
സ്ട്രൈറ്റ് ആയിട്ടൊരു മാർക്കിങ് അത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമുക്കിവിടെ 15 ഇഞ്ചാണ് 14 ഇഞ്ചാണ് ലെങ്ത് വേണ്ടി വന്നത്. അപ്പോൾ പ്ലസ് 15 1 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് കൂടെ, അപ്പോൾ 15 ഇഞ്ച് ഇട്ടൊന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാ ഇവിടെ ഒന്ന് ബെൽറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇത് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ലെങ്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ഇത് തയ്യൽ തുമ്പ് ഹുക്ക് വയ്ക്കാനും ഹുക്ക് വയ്ക്കാനുമായിട്ടുള്ള 1/2 ഇഞ്ച് ഈ ഭാഗത്ത് നെക്കിൻ്റെ ഭാഗത്തൊന്ന് മാറ്റിയിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓപ്പൺ സൈഡാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ആ ഒരു തുല്യം അങ്ങ് മാറ്റി ഈ സൈഡിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ മാറ്റി വിട്ടാൽ മതി. അപ്പോൾ അത് അതിനേക്കാളും കുറച്ചുകൂടെ എനിക്ക് ഈസി ആയിട്ട് തോന്നിയത് ഈ രീതിയാണ്. ഇതുപോലെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് നെക്ക് വിട്ട് 2.25 ഇഞ്ച് 2.3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 3.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇവിടെ 3.5 വേണ്ട, ബാക്കി നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. ഇനി ആം ഹോള് ഞാൻ 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 6 ഇഞ്ച് കഴിഞ്ഞിട്ട് ചെസ്റ്റ് അളവ് 8.5 ഇഞ്ച്, അതും ഈ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് ഇവിടെ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് ഇവിടെ 8.5 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവിടുത്തെ തയ്യൽ തുമ്പ് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞു തന്നെ ഈ ഒരു ഭാഗമാണ് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴത്തെ എൻഡിൽ 7.2 മാർക്ക് ചെയ്യുന്നുണ്ട്. അതും ഈ തയ്യൽ തുമ്പ് പോയിട്ടാണ് 7.2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ചെസ്റ്റിൻ്റെ ഇവിടുത്തെ ഭാഗവും തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ആം ഹോള് ഇനി നമുക്ക് കർവ് നോക്കേണ്ടതാണ്. 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പകുതി 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇതിനൊന്ന് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന 1/2 ഇഞ്ച് ഇവിടുത്തെ തയ്യൽ തുമ്പ്, ഈ ഷോൾഡർ ജോയിൻ്റെ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് ഇവിടുത്തെ തയ്യൽ തുമ്പ് മാറ്റിയതിന് ശേഷം ഇതുപോലൊന്ന് മടക്കി നോക്കുമ്പോൾ എനിക്കിവിടെ 7.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഈ 7.5 ഇഞ്ച് എനിക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അതൊന്ന് മാറ്റി കൊടുക്കുക. ഇനി നമുക്ക് നെക്ക് ലെങ്ത് 8 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. എനിക്ക് തുണിയിൽ കിട്ടിയത് 8 ഇഞ്ചാണ്. ആ 8 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം 2.25 ഇഞ്ച് ഇവിടെ നെക്ക് വിട്ട് കൊടുക്കുക. ടോട്ടൽ വരുമ്പോൾ 2.25 ഇഞ്ച് വരുന്നുണ്ട്. ഇവിടെ ടോട്ടൽ വരുമ്പോൾ 2.25 ഇഞ്ചാണ്. ഈ ഭാഗം കൂടെ എടുക്കുമ്പോൾ അല്ലാതെ 2.25 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിനെ ഒന്ന് ബോക്സായിട്ട് വരച്ച് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഏത് ഷേപ്പാണ് നെക്ക് നിങ്ങൾക്ക് ആവശ്യം അത് തന്നെ നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്ത് ഇങ്ങനെ വരച്ച് കൊടുത്താൽ മാത്രം മതി. ഞാൻ ക്യാൻവാസ് അങ്ങനെയൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. ഇതെനിക്കിപ്പം അളവിന് തന്നതിൽ യു ഷേപ്പ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ യു ഷേപ്പ് തന്നെ ഇതുപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം ബാക്ക് പീസ് മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യേണ്ടതാണ്. കട്ട് ചെയ്യുമ്പോൾ ഈ നല്ല തുണിയും ലൈനിങ് തുണിയും കൂടെ തെന്നി മാറാതെ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുത്താലും മതി. പിൻ ചെയ്തില്ലെങ്കിലും കൈ ഇങ്ങനെ ഒന്ന് വയ്ക്കുക. നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ മുകൾ ഭാഗത്ത് കൈ ഇങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കുക. എല്ലാ ഭാഗവും ലെഫ്റ്റാണോ നോക്കുക. ശേഷം ഇതുപോലെ ഒന്ന് കൈ ഇങ്ങനെ നമ്മൾ മാറ്റി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. തുണി അപ്പം ഈ തുണി താഴോട്ട് വലിഞ്ഞു വരത്തില്ല. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്നിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രം മതി. ഉണ്ടല്ലോ, ലൈനിങ്ങും നല്ല തുണിയും എല്ലാം ഒരുമിച്ച് തന്നെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഈസി ആയിട്ടുള്ളത്. നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സമയ ലാഭമാണ്. ഈസി ആയിട്ട് കട്ടും ചെയ്ത് തീരും. അപ്പോൾ ഇനി ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നതിലെത്തൊക്കെയായിട്ട് ഞാൻ ഈ ഒരു പാർട്ട് ലൈനിങ് പാർട്ട് എടുക്കുകയാണ്. ഇതിനെ മാറ്റി വയ്ക്കുകയാണ്. ശേഷം ഇതിനൊന്ന് താഴോട്ട് മുകളിൽ നമ്മൾ
നേരത്തെ എനിക്ക് തുണി ഞാൻ പറഞ്ഞില്ലായിരുന്നു, നേരത്തെ നേരെ കാണിക്കാൻ പറ്റില്ല, ടേബിൾ ചെറുതായതുകൊണ്ട് തന്നെയാണ്. ഞാൻ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇതിനെ നേരെ ഞാൻ ഇതിനെ താഴോട്ട് വലിച്ചു വയ്ക്കുകയാണ്. താഴോട്ട് വലിച്ചു വെച്ചതിന് ശേഷം ഇതെല്ലാം ലെവലാണോന്ന് ഒന്നുകൂടെ നോക്കണം. ഇവിടത്തെ ഫോൾഡിങ് എല്ലാം കറക്റ്റാണോ നോക്കണം. നോക്കിയതിന് ശേഷം ഈ ഭാഗം ഉണ്ടല്ലോ, ഈ 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി വേണം വെക്കാനായിട്ട്. ഇവിടെ നമുക്ക് തയ്യൽ തുമ്പ് വേണ്ടല്ലോ. അപ്പം ഈ നമ്മൾ മാർക്ക് ചെയ്ത ഈ ഭാഗം കണ്ടത് ഇത്രയും മാർക്ക് ചെയ്ത ഭാഗം ആവശ്യമില്ല. അപ്പോൾ അതിങ്ങനെ വരത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം വേണം നമ്മളിവിടെ ബാക്കി മാർക്കിംഗ് എല്ലാം സെയിം ആയിട്ട് കൊടുക്കാനായിട്ട്. നെക്ക് നമ്മൾ 5 ഇഞ്ചാണ് ആവശ്യമായിട്ട് വന്നത്. ആ 5 ഇഞ്ച് തന്നെ കൊടുത്താൽ മതി. ബാക്കി ആം ഹോളെല്ലാം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ലെങ്തും സെയിം ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റിയത് ഇതുപോലെ വെച്ചതിന് ശേഷം മാത്രമാണ് വയ്ക്കാനായിട്ട്. ഇതല്ല എങ്കിൽ നിങ്ങൾ ഇവിടുത്തെ നെക്ക് വിട്ട് നിങ്ങൾക്കിപ്പോൾ 2.25 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ ആ 2.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ നെക്കിൽ എങ്ങനെയാണോ കട്ട് ചെയ്ത് അതുപോലത്തെ നെക്ക് വിട്ട് ഇവിടെ എടുത്തതിന് ശേഷം കട്ട് ചെയ്താൽ മാത്രം മതി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇവിടെ വന്നില്ല, ഇതിന് ഈ ഷേപ്പ് ആവശ്യമില്ല. ഇതിനെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്താൽ മാത്രം മതി. ഇവിടെയും 2 ഇഞ്ച് നമുക്ക് ബെൽറ്റ് ഫ്രണ്ടിലത്തേക്ക് ലൈനിങ് ഉൾപ്പെടെയുള്ള ഭാഗമാണ് ബെൽറ്റിന് എടുക്കാൻ കുറച്ച് കട്ടിയിരിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിലത്തേക്ക് എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഇതുപോലെ ഒന്ന് ലൈനിങ്ങും വേണം, നല്ല തുണി ഇട്ടിട്ട് കട്ട് ചെയ്യണം. ലൈനിങ്ങിന് ഇപ്പോൾ തികയാത്തവരാണെങ്കിൽ ഏതെങ്കിലും ഒരു പീസ് കൂടെ കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇത്രയും ഭാഗം അപ്പോൾ എക്സ്ട്രാ വരുന്നുണ്ട്, കണ്ടല്ലോ. ഇത്രയും ഭാഗം ഇവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. അത് നമ്മളിവിടെ ഡാർട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോഴത്തേന് അവിടത്തേക്ക് ഈ തുണി ആവശ്യമായിട്ട് വരും. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നത്. ഇനി ഈ ഭാഗം തുണി എടുത്ത് മാറ്റിയതിന് ശേഷം ലൈനൊക്കെ ഒന്നുകൂടെ വേണമെങ്കിൽ ഇതുപോലെ ഒന്നുകൂടെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഫ്രണ്ടിനൊക്കെ 5 ഇഞ്ചാണ് ആവശ്യമായിട്ട് വന്നാൽ 5 ഇഞ്ച് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ശേഷം 2.25 ഇഞ്ച് ഇവിടെ ഉണ്ടോ നോക്കുക, അതും സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം നെക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇവിടെ വരച്ചു കൊടുക്കുക. ഞാനിവിടെ യു ഷേപ്പ് തന്നെയാണ് വരയ്ക്കുന്നത്. ഇതുപോലെ വരയ്ക്കാൻ അറിഞ്ഞുകൂടാത്തവർ ആം ഹോൾ സ്കെയിലിൻ്റെ കർവ് വെച്ച് വരച്ചാൽ മതി. ഇനി ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് നിന്ന് താഴോട്ടായിട്ട് നമുക്ക് ഡാർട്ട് കണ്ടുപിടിക്കേണ്ടതാണ്. താഴോട്ട് 10 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ നിന്ന് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്ട്രെയിറ്റ് ലൈൻ വീണ്ടും താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് 10 ഇഞ്ച് ഇവിടെയാണ്. 3.5 ഇഞ്ച് വന്നപ്പോൾ ഈ 10 ഇഞ്ച് ഇവിടെയാണ്, ഇവിടെ മാർക്ക് ചെയ്തത് ഇവിടെയാണ് വന്നത്. അതാണ് ഈ ലെങ്ത് മാത്രം 10 ഇഞ്ച് നോക്കിയാൽ മതി, അങ്ങോട്ടോ ഇങ്ങോട്ടോ വരും. ഈ 3.5 ഇഞ്ച് കറക്റ്റാ ഉണ്ടോ നോക്കുക, അതും മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ നിന്ന് 1.5 ഇഞ്ച് ഡാട്ട് വിത്ത് ഇവിടുത്തെ 1.5 ഇഞ്ച് 34 അളവിന് ഞാൻ ഇവിടെ 1.5 ഇഞ്ചാണ് എടുത്തത്. ഇനി ആം ഹോളിൽ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് 6 ഇഞ്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ടേപ്പ് ഒന്ന് വളച്ചൊന്ന് പിടിച്ചാൽ മതി. ആ 6 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഈ 10 ഇഞ്ചിൽ കൊണ്ടുവരിക. ഈ 1.5 ഇഞ്ച് ഈ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് വളച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് മാർക്കിംഗ് എല്ലാം ഇതിലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. കട്ട് ചെയ്ത് മാറ്റാനായിട്ട് ആദ്യം ഈ ബെൽറ്റ് ഭാഗം അതും എല്ലാ ഭാഗവും കറക്റ്റാണോ നോക്കുക. നോക്കിയതിന് ശേഷം ഈ ബെൽറ്റ് ഭാഗത്തിങ്ങനെ കൈ വെച്ചതിന് ശേഷം ഇത് ബെൽറ്റ് ഭാഗം കട്ട് ചെയ്ത് ആദ്യമേ മാറ്റുക. ഈ മാർക്കിങ് നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ മാർക്കിങ് ചെയ്ത്. ഈ മാർക്കിങ് ആരും കട്ട് ചെയ്ത് പോകില്ല. ഇൻ കേസ് അതെങ്ങാനും നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് പോകരുത്. ഇങ്ങനെ കൈ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് പിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക.
ഇനി ഈ 1.5 ഇഞ്ച്, ഇവിടുത്തെ ഈ 1.5 ഇഞ്ച് അതും കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇത് കണ്ടല്ലോ, ഇപ്പൊ ഈ ഗ്യാപ്പില്ല. ഇതിങ്ങനെ വരുമ്പോഴത്തേന് ഇതാ ഇവിടെ വന്ന ഈ ഭാഗം ഇങ്ങോട്ട് ആയിക്കൊള്ളും. അതുകൊണ്ടാണ് ഈ തുണി ഇങ്ങനെ ഷേപ്പ് കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഫ്രണ്ട് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ബാക്ക് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിലത്തേക്ക് ക്രോസ് പീസാണ് കട്ട് ചെയ്യേണ്ടത്. അതിന് മുന്നേ നമുക്ക് ആദ്യം സ്ലീവ് കട്ട് ചെയ്യാം. ഞാൻ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ലൈനിങ് തന്നെ ആദ്യം ഞാൻ കട്ട് ചെയ്ത് പറഞ്ഞുതരാം. ഇതുപോലെ ഈ ബാക്കി വന്ന് അങ്ങോട്ട് കിടന്ന് ആ തുണി ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കുക. ഇവിടെ എങ്ങനെ ഇതുപോലെ ഒന്ന് തെന്നി മാറി നിൽക്കുകയാണെങ്കിൽ അതൊന്ന് ലൈനായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം എനിക്കിവിടെ 13 ഇഞ്ചാണ് ആവശ്യമായിട്ട് വന്നത്. നിങ്ങൾക്കിപ്പോൾ എത്രയാണ് ആവശ്യം അത് നിങ്ങൾ ലെങ്ത് മാർക്ക് ചെയ്യുക. ഞാൻ 13 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 13 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒന്ന് 2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഈ ഭാഗത്തുനിന്ന് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് വീണ്ടും ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് വീണ്ടും ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. കണ്ടല്ലോ. ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് 1/2 ഇഞ്ച് കണക്കിന് ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ച് കണക്കിന് മുകളിലോട്ടൊന്ന് ഈ ലൈനിൻ്റെ മുകളിൽ വരണം. ശേഷം ഇവിടെ നിന്ന് ഈ 2 ഇഞ്ചിൽ നിന്ന് ആ 1/2 ഇഞ്ച് താഴോട്ട് ഈ ഒരു ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടുത്തെ താഴത്തെ റൗണ്ട് പ്ലസ് 2.5 ഇഞ്ച് ഷേപ്പ് വരുമ്പോൾ ഇവിടെ കുറച്ച് ലെങ്ത് തുണി വ്യത്യാസം വരും. അത് നമുക്ക് ജോയിൻ ചെയ്യാൻ ആവശ്യമാണെങ്കിൽ അത് ജോയിൻ ചെയ്ത് കൊടുക്കുക. ലൈനിങ്ങിൽ വരുമ്പോൾ അതെനിക്ക് ആവശ്യമായിട്ട് വരത്തില്ല. ഇവിടെ 16 ഇഞ്ച് വരെ ഉണ്ട്, 8 ഇഞ്ച്, അത് കഴിഞ്ഞ് 16 ഇഞ്ച് വരെ ഇവിടെ ഉണ്ട്. ഇനി ഇതിനെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇവിടെ തുണി ആവശ്യമായിട്ട് വരുന്നവർ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ തുണിയുടെ ഈ ബാക്കി വരുന്ന ഈ ഭാഗം ഇങ്ങനെ നേരെ തിരിച്ചിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇതിൻ്റെ പുറത്തോട്ട് വയ്ക്കുക. വെച്ചതിന് ശേഷം തുണി ആവശ്യമായിട്ട് വരുന്നവർ മാത്രം ഇത് ഈ ഒരു ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിനെ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുത്താൽ മാത്രം മതി. ഇത് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെയും ഷേപ്പ് ഒന്ന് വെട്ടിക്കൊടുക്കണം. ഇവിടുത്തെ താഴത്തെ ഭാഗവും നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചില്ലേ അതും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല തുണിയിലോട്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഈ ഭാഗം എല്ലാം കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം ഇതും നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരുമിച്ചിട്ട് കട്ട് ചെയ്താൽ മതിയാവും. ഈ തുണി ഇതുപോലെ ഒന്ന് പുറത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം ഇവിടെ എക്സ്ട്രാ കൂടുതൽ തുണിയുണ്ട്. അപ്പം ഇതിലത്തേക്ക് ലൈനിങ്ങിന് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ ഇനി ജോയിൻ ചെയ്ത് കൊടുക്കുന്നില്ല. എനിക്ക് സ്ലീവ് ഏകദേശം ഇവിടം വരെ എത്തുമ്പോഴത്തേന് ആം ഹോളിൻ്റെ ആ വിട്ടുണ്ടല്ലോ, ആം ഹോൾ റൗണ്ട് അത് ഇവിടം വരെ എനിക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ മാത്രം ലൈനിങ്ങിൽ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിനെയും കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൽ കുറച്ചൊന്ന് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ സ്ലീവ് റൗണ്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി ഇത് 2 തുണി ഇതുപോലെ പിടിച്ച് വെച്ചതിന് ശേഷം തന്നെ ഒന്ന് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് ക്രോസ് പീസിന് നെക്കിലത്തേക്കായിട്ട് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ക്രോസ് ആയിട്ട് തന്നെ, ഇതിപ്പോൾ നല്ല തുണിയാണ്, ക്രോസ് ഇങ്ങനെ ഇതിങ്ങനെ വലിക്കുമ്പോൾ തുണി ഇങ്ങനെ ഇതായിട്ട് നെടുവി വരണം. ആ രീതിക്ക് തുണി ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക.
അല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യല് നെക്ക് ഇങ്ങനെ പുറത്തോട്ട് നിവർന്ന് വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രോസ് പീസ് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് സാധാരണ നമ്മൾ നെക്ക് ചുരിദാറിനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന കണക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പം അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അളവിന് തന്ന ബ്ലൗസിൽ എനിക്കിതുപോലെ ക്രോസ് പീസ് വെച്ച് തയ്ച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ഈ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് 2 രീതിക്കും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ കട്ടിങ്ങിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് ബാക്കി ടെക്നിക്കെല്ലാം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ അടുത്ത സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. രണ്ടും കൂടെ ആകുമ്പോഴത്തേന് ലെങ്ത് കൂടും. അതുകൊണ്ടാണ് അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നത്.